മനസ്സിലാക്കി തന്ന വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആമേൻ. 19-ാമത്തെ സങ്കീർത്തനം എനിക്ക് ഏറെ ഇഷ്ടമുള്ള സങ്കീർത്തനം. കാരണം അതിൻ്റെ അവസാനത്തെ വാക്കുകൾ ഞാൻ മനഃപ്പാഠമായിട്ട് കുത്തിയിരുന്ന് കാണാതെ പഠിച്ചത്. കാരണം ഈ വാക്യം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം, ബൈബിൾ എടുത്ത് വായിച്ചതിന് ശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാണാതെ പഠിച്ചു. പിന്നീട് അതിനോടുള്ള ഇഷ്ടത്തിൽ ഇതിനു മുന്നേ ഇതിനകത്തുനിന്ന് പഠിക്കുകയും ഇതിനകത്ത് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഈ 19-ൽ നിന്ന് തന്നെ സംസാരിക്കുവാൻ ആഗ്രഹം തോന്നി. അന്ന് പകൽക്കാലം നിങ്ങളുടെ മുഖത്തിൽ സങ്കീർത്തനങ്ങളുമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കാം. സങ്കീർത്തനങ്ങൾ 19 അത് എഴുതിയത് കിങ് ഡേവിഡ് ആണ്. രാജാവ് കിങ് ഡേവിഡ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശം കാരണം അത് എഴുതപ്പെട്ടത് പുള്ളിയുടെ വാഴ്ചയുടെ സമയത്തിലാണ് എഴുതപ്പെട്ട സങ്കീർത്തനം. യൂഷ്വലി ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ പഠിതാക്കൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ ഒന്നെങ്കിൽ ഒരു ക്രൈസിസ് സാം ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു വിസ്ഡം സാം ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാമാണ് സങ്കീർത്തനങ്ങൾ 19 എന്ന് പറയുന്നത്. ഇതൊരു ക്രൈസിസിന്റെ മധ്യത്തിൽ നിന്ന് എഴുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു പ്രത്യേക ക്രൈസിസിന്റെ മധ്യത്തിൽ ഇരുന്ന് എഴുതിയ ഒരു സങ്കീർത്തനമല്ല. എന്നാൽ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ ചിന്തകളും തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സാഹചര്യങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് ദൈവത്തെ പറ്റിയിട്ടുള്ള വിസ്ഡം ഷെയർ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 19. ഇതിനകത്ത് നമ്മൾ കാണുന്നത് രാജാവായ ദാവീദിനെ അല്ല കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ, പലപ്പോഴും ഏകനായി ഇരിക്കേണ്ടി വരുന്ന, പലപ്പോഴും ആരുടെയും സഹായമില്ലാതെ ആയി പോകുന്ന, ദൈവത്തിൽ നിന്ന് പോലും വാക്കുകൾ കേൾക്കുവാൻ സാധിക്കാതെ, ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ പോലും ശബ്ദങ്ങൾ പോലും ലഭിക്കാൻ കഴിയാതിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. നമ്മൾ അതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാം അവിടെ എല്ലാം ഒരു ആകാംക്ഷ, ഒരു ഡിസയർ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി, എന്നെ ദൈവത്തിൽ നിന്ന് സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതിനപ്പുറത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഓക്കെ ഇനി ഞാൻ കുറച്ച് റിയലൈസ് ചെയ്യാൻ പോവുക, ഈ പ്രകൃതി എങ്ങനെ എന്നോട് സംസാരിക്കുന്നു, ദൈവത്തിന്റെ വചനം എങ്ങനെ എന്നോട് സംസാരിക്കുന്നു എന്നിങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സങ്കീർത്തനമാണ് 19-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. നമ്മളും ജീവിതത്തിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നാണെങ്കിൽ പോലും പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ബൈബിൾ തുറന്നു വെച്ചിട്ട് അതുപോലും കഴിയാതെയും, ഒന്നും കഴിയാതെ ഇരുന്നിട്ട് ഒന്നിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ ആൾക്കാരില്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ എൻ്റെത് അടുത്ത ദിവസം എങ്ങനെ ആയിത്തീരും, നാളെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ദൈവത്തിന് പോലും വേണ്ട, ദൈവത്തിന് പോലും സംസാരിക്കുവാൻ എന്നോട് താല്പര്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന മേഖലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന മേഖലയിൽ ദാവീദ് പറയുക, ഇല്ല, അവൻ എപ്പോഴും എന്ത് ചെയ്യുക? സംസാരിച്ചു കൊണ്ടേയിരിക്കുക. സൃഷ്ടിയുടെ ആരംഭം മുതൽ സംസാരിക്കുന്ന ഒരു ദൈവം. ഇന്നും ഇന്നലെ സംസാരിച്ച ദൈവമല്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ ജനസിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ സംസാരിച്ചു തുടങ്ങിയ ദൈവം അവൻ ഇപ്പോഴും എന്ത് ചെയ്യുക? നമ്മളോട് ഓരോരുത്തരായി സംസാരിച്ചു കൊണ്ടിരിക്കുക. അമേൻ. ഇതിന്റെ ആകെ തുക ഇത്രയേ ഉള്ളൂ. എന്താ? അവൻ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ ജനത്തിനോട്. തന്നിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹത്തോടെ, തന്നിൽ നിന്ന് ശ്രദ്ധിക്കുവാൻ, തന്നിൽ നിന്ന് സ്വീകരിക്കുവാൻ, ഉത്തരങ്ങൾ ലഭിക്കുവാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ജനത്തിനോട് ഇന്നും ഇന്നലെയും ഇനി വരും ദിവസങ്ങളിലും സംസാരിക്കുന്ന യഹോവയാണ് എന്ത്? നമ്മൾ സേവിക്കുന്ന യഹോവ. അല്ലാണ്ട് മൗനമായി നിൽക്കുന്ന, നമ്മളോട് റെസ്പോൺസിബിൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. പ്രാരംഭം മുതൽ, ആദ്യം മുതൽ, സൃഷ്ടി മുതൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു യഹോവ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേൾക്കാൻ? ആമേൻ. ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ചുറ്റുമുള്ള സൃഷ്ടികളിലേക്കൊന്ന് നോക്കിയാൽ മതി. ദാവീദ് അതാ പറയുന്നേ. അതിന് ആദ്യത്തെ ഭാഗങ്ങളിൽ എന്താ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആമേൻ. അവിടെ ദാവീദ് എന്താ ചെയ്യുന്നത്? ദാവീദ് ദൈവത്തിന്റെ സൃഷ്ടിയെ പറ്റി ഹീസ് ഗ്ലോറിഫൈ ചെയ്ത് എടുത്തുകൊണ്ട് വരിക. എന്താ? അവന്റെ സൃഷ്ടികൾ അവനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുക. അവൻ ഉണ്ടാക്കി വെച്ചത്, നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങളും എന്തു ചെയ്യുക? ദൈവത്തെ പറ്റി, അവന്റെ സൃഷ്ടിയുടെ വലിപ്പത്തെ പറ്റി, അതിന്റെ പിന്നിൽ നിൽക്കുന്ന സൃഷ്ടിതാവിനെ പറ്റി എന്ത് ചെയ്യുക? സംസാരിക്കുക. ആമേൻ.
നോക്കണേ, ദാവീദ് ഇപ്പം എവിടെ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം ഒരു പക്ഷെ അവൻ്റെ ചുറ്റും എന്തുണ്ടാവും, ആൾക്കാരുണ്ടാവും. അവന് വേണ്ടിയിട്ട് ആമേൻ തോറ എടുത്തുകൊണ്ടൊന്ന് വായിക്കാൻ ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് അവനോട് പഠിപ്പിക്കാൻ പഠിതാക്കളുണ്ടാവും. അവൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട്. പക്ഷേ അവൻ ഇതിനൊക്കെ മുന്നേ ആരുമില്ലാതെ അവൻ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരു വലിയ കാലഘട്ടം ആർക്കുണ്ടായിരുന്നു? അവൻ ദാവീദിനുണ്ടായിരുന്നു. ആകപ്പാടെ ദാവീദ് ആ സമയത്ത് ആകാംക്ഷിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ കാര്യമുള്ള, എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടണം. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ, എൻ്റെ ഗോത്രത്തിനകത്ത് എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടണം. അവൻ ഒറ്റയ്ക്ക് ഏകനായി അവൻ ആടുകളെയും കൊണ്ട് എവിടെ നിൽക്കുമ്പോൾ, കാടിൽ നിൽക്കുമ്പോൾ, അവരെ മേയിച്ചുകൊണ്ട് ദിവസങ്ങളോളം രാത്രികളിൽ നിൽക്കുമ്പോൾ, അവൻ്റെ മുകളിൽ ആകാശവും നക്ഷത്രങ്ങളും താഴെ കുറച്ച് മിണ്ടാപ്രാണികളായിട്ടുള്ള ആടുകളും മാത്രം നിൽക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ നിന്ന് അവന് കിട്ടിയ ഒരു റെവലേഷനാ, ഇത് ഞാനും ഞാൻ ഒറ്റയ്ക്കല്ല, എന്തുണ്ട്? എന്നോട് സംസാരിക്കുന്ന ഒരു സൃഷ്ടി എൻ്റെ പിന്നിലുണ്ട്. എനിക്ക് വേണ്ടി കരുതുവാൻ പ്രാപ്തനായ, എനിക്ക് വേണ്ടി ചെയ്യുവാൻ പ്രാപ്തനായ ആരുണ്ട്? ഒരു ദൈവം എന്തുണ്ട്? എൻ്റെ പിറകിലുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവാം? ദാവീദ് ചിന്തിച്ച പോലെ ഉണ്ടാവത്തില്ല. എന്താ? ഇസ്രായേലിന്റെ രാജാവായി എന്ത് ചെയ്യും? ആമേൻ, കയറി വരുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. ദാവീദ് ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും, എൻ്റെ ജീവിതത്തിലുണ്ട് കേട്ടോ, പേഴ്സണലായിട്ട് പറയാൻ. എൻ്റെ ജീവിതത്തിൽ അടുത്ത 3 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ എന്തായി തീരും, എങ്ങനെയായിരിക്കും ഓരോന്നും അലൈൻഡ് ആവുന്നത്, എങ്ങനെയായിരിക്കും ഓരോന്നും അതിൻ്റെ പൊസിഷനിൽ വരുന്നത് എന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. ആമേൻ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകായിരിക്കും. ആമേൻ. എന്നും ആടുകളെയും കൊണ്ടിട്ട് ഇങ്ങനെ ജീവിക്കത്തേ ഉള്ളൂ? അതോ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം സംഭവിക്കുമോ? എൻ്റെ ഈ ജോലിക്കകത്ത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതിനകത്തൊരു വ്യത്യാസം സംഭവിക്കുമോ എന്നുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദാവീദിന് പറയാനിരിക്കുന്ന ഒരു കാര്യമുള്ളൂ: സകലത്തെയും അതാതിൻ്റെ സ്ഥാനത്ത് അതാത് സമയത്ത് ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. സകല സൃഷ്ടിയുടെയും പിറകിൽ നിൽക്കുന്ന ഒരു സൃഷ്ടിതാവുണ്ട്. വ്യക്തവും കൃത്യമായി ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയും തമ്മിലുള്ള അകലം സൃഷ്ടിച്ചു വെച്ചൊരു ദൈവം, എല്ലാത്തിനെയും യഥാസ്ഥാനത്ത് യഥാസമയങ്ങളിൽ ക്രമീകരിച്ചു വെക്കുന്ന ഒരു ദൈവം, സകലത്തിനും മുകളിൽ സൃഷ്ടി ചെയ്യുന്ന ഒരു ദൈവം ഇപ്പോഴും എന്ത് ചെയ്യുന്നു? എന്നോട് റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആരും സംസാരിക്കുവാൻ ഇല്ലെന്ന് തോന്നുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ആരും റെസ്പോൺസ് തരാൻ ഇല്ലെന്ന് തോന്നുമ്പോൾ, എങ്ങനെയായി തീരും എന്നുള്ളത് ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുമ്പോൾ, കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദാവീദ് പറഞ്ഞ വാക്കുകളുടെ അടുത്ത് ഞാൻ ഓർപ്പിക്കുക. സകലത്തെയും യഥാസ്ഥാനത്ത് സൃഷ്ടിച്ചു വെക്കുന്ന, എല്ലാത്തിനെയും അതിന്റെ സ്ഥാനത്ത് കൽപ്പിച്ചു വെക്കുന്ന, സകലത്തിനെ സൃഷ്ടിതാവായ ഒരു ദൈവം എന്ത് ചെയ്യുക? ഇന്നും നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. അത് കഴിഞ്ഞിട്ട് നോക്കണേ, സൃഷ്ടിയിൽ അവൻ എന്ത് ചെയ്യുക? ദൈവത്തെ കാണിച്ചു തരിക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് 7ാമത്തെ വാക്യം തൊട്ട് കുറച്ചൊന്ന് മാറി പിടിക്കുക. സൃഷ്ടികളിൽ നിന്ന് മാറി കുറച്ചും കൂടെ പർട്ടിക്കുലർ ആയിട്ട് എന്ത് വരിക? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനകത്തേക്ക് വരിക. ആമേൻ. അവന്റെ ന്യായപ്രമാണത്തിനകത്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവിടെ കാണുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ള, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങി. ഞാൻ എന്നോട് ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് മലയാളം വേർഡ്സ് കിട്ടുന്നില്ല. ഇതിപ്പം അതുമില്ല ഇതില്ല, അതെന്റെ മിക്സിൽ ഇടയ്ക്ക് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. നോക്കണേ, അവിടെ പറഞ്ഞു വെക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. പെർഫെക്റ്റ്, ഷുവർ, റൈറ്റ്, പ്യുവർ, ക്ലീൻ, ട്രൂ തുടങ്ങി ഇങ്ങനെ കുറച്ച് വേർഡുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് 7 തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ. ദാവീദ് ചോദിക്കുക, ദാവീദിന്റെ ലൈഫ് എടുത്തു വെച്ചിട്ട് ദാവീദ് പറയുക, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനല്ല. പക്ഷെ എന്താ, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഒരു തോറയുണ്ട്, ഒരു ന്യായപ്രമാണമുണ്ട്. ഒരു പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നിൽക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന ദൈവം എന്താ? അത് പെർഫെക്റ്റ്. അത് എന്ത് ചെയ്യുന്നു? അത് എൻ്റെ സോളിനെ റിസ്റ്റോർ ചെയ്യുന്ന, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ന്യായപ്രമാണം എൻ്റെ സൈഡിലുണ്ട്. അത് മാത്രമല്ല, താഴോട്ട് നോക്കേ, എൻ്റെ സാക്ഷ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് അത്ര വിശ്വാസയോഗ്യമായുള്ള സാക്ഷ്യമല്ല, അല്ലേ? പക്ഷേ അവൻ പറയാ, എൻ്റെ സാക്ഷ്യത്തിനല്ല പ്രധാനം. എന്താ? യഹോവയുടെ സാക്ഷ്യം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിനേക്കാൾ ഉപരി എന്ത് ചെയ്യാൻ ശ്രമിക്കുക? യഹോവയുടെ സാക്ഷ്യത്തിനകത്ത് ഊന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കൗൺസിലറിന്റെ വാക്കുകളിൽ പറഞ്ഞ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, ചുറ്റുമുള്ള ട്രൂത്ത്സിനെ എടുത്ത് ചുറ്റുമുള്ള ബിലീഫ് സിസ്റ്റത്തെ എടുത്ത് അതിനകത്തുനിന്ന് ട്രൂത്ത്സ് എടുക്കുന്ന രീതി.
അമേൻ. അമേൻ. തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവൻ തനിക്കൊട്ടും ജീവിക്കുവാനോ അല്ലെങ്കിൽ തനിക്കൊട്ടും സമാധാനം കിട്ടുവാനോ അവൻ എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുവാൻ കഴിയാത്ത മേഖലകൾ തൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന മേഖലകൾ ജീവിതത്തിൽ ഉള്ളപ്പോൾ അവൻ ദാവീദ് ആശ്രയിക്കുന്ന എന്തിനകത്താ? ദൈവത്തിനകത്താ. അമേൻ. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ലൈഫ് പെർഫെക്റ്റ് അല്ലായിരിക്കാം, എൻ്റെ ടെസ്റ്റ് മണി പെർഫെക്റ്റ് അല്ലായിരിക്കാം. താഴോട്ട് വരുമ്പം അമേൻ ഞാൻ എടുക്കുന്ന പെർസെപ്ഷൻസ് എല്ലാം റൈറ്റ് അല്ലായിരിക്കാം. അമേൻ. താഴോട്ട് വരുമ്പം എൻ്റെ കമാൻഡ്മെന്റ്സ് പ്യുവർ അല്ലായിരിക്കാം. അമേൻ. എനിക്ക് ദൈവത്തോടുള്ള ഭയം അത് ക്ലീൻ അല്ലായിരിക്കാം. പക്ഷേ അവൻ ഇതെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്ന ഒന്നുണ്ട്, എൻ്റെ ദൈവം. ആമേൻ. അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അത് തികവുള്ളതാ. അവൻ യഹോവയുടെ സാക്ഷ്യം അത് വിശ്വാസയോഗ്യമായതാ. യഹോവയുടെ ആജ്ഞകള് അത് നേരുള്ളതാണ്. യഹോവയുടെ ഭക്തി അത് നിർമ്മലമായതാണ്. ആമേൻ. ദാവീദ് പഠിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ജീവിതത്തിൽ എല്ലാം തികയാതെ നിൽക്കും, അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ പോകുന്നേ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിനകത്തേക്ക് നോക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? ഞാൻ ശരിയല്ല, ഞാൻ കറക്റ്റ് അല്ല, എൻ്റെ പെർസെപ്ഷൻസ് എല്ലാം തെറ്റുക, എൻ്റെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുക, ഞാൻ ഇന്നതൊക്കെ പ്ലാൻ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കും, ഇന്ന ഡേറ്റിൽ നടക്കും, പക്ഷെ നടന്നില്ല, എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുക, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ എല്ലാം ശരിയായ ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ആമേൻ. എല്ലാം തികവുള്ളതായിട്ടുള്ളത്, എല്ലാം പ്യുവർ ആയിട്ടുള്ളത്, എൻ്റെ എല്ലാം റൈറ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻസ് ഉള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ആമേൻ. തൻ്റെ ലൈഫിൽ നിന്ന് ദൈവത്തെ പറ്റി പഠിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, റീസ്ട്രക്ചർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം വന്നിട്ട് ദാവീദിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, എന്ത് ചെയ്യുക? എൻ്റെ തെറ്റുകളെ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പൊക്കി എന്നെ മോചിപ്പിക്കണമേ. ആമേൻ. അത് കഴിഞ്ഞിട്ട് സ്വമേധ പാപങ്ങളെ അകറ്റി അടയിനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാടരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാപരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. നോക്കണേ, ഇതെല്ലാം പറഞ്ഞ് അവസാനം എന്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക? എന്ത് ചെയ്യണം? എൻ്റെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം എന്തായിരിക്കണം? ദൈവത്തിന് ഹിതമായിട്ടുള്ളതായിരിക്കണം. ആമേൻ. സകലത്തിനും മുകളിൽ സൃഷ്ടി ചെയ്യുന്ന ഒരു ദൈവത്തിന് ഹിതമായിട്ടുള്ളത്. ആമേൻ. ആമേൻ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും സകലത്തെയും സൃഷ്ടി ചെയ്യുന്ന ദൈവത്തിന് ഹിതമുള്ളതായി തീരണം. ആമേൻ. ആമേൻ. അങ്ങനെ ഓരോന്ന് വാക്കുകൾ വെച്ച് വായിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് തികവുള്ളതായിട്ടൊരു ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമെന്നുള്ള പ്രാർത്ഥനയോടെ എന്ത് ചെയ്യുന്നത്? ദാവീദ് അവസാനിപ്പിക്കുന്നത്. ആമേൻ. എല്ലാം ശരിയാ. ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയം വേണം, ദൈവത്തിനകത്ത് എല്ലാം ചെയ്തു വെക്കണം. എന്നിട്ട് നമ്മൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടല്ല ദാവീദ് പറയുന്നത്. എന്ത് ചെയ്യണം? എനിക്കും കൂടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനങ്ങളും എന്തായിരിക്കണം? എൻ്റെ ദൈവത്തിന് ഹിതമുള്ളതായി തീരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സകലത്തെയും സൃഷ്ടിക്കുന്നവനും സകലത്തിനു മേലും അധികാരമുള്ളതായിട്ടുള്ള ദൈവത്തുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അലൈൻ ആവാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ഒരു ആഗ്രഹം വെക്കാൻ പറ്റും? ദൈവമേ, എനിക്ക് എൻ്റെ ലൈഫിനകത്ത് എങ്ങനെ ആയിത്തീരുമെന്നോ, ഞാൻ എവിടെ ആയിത്തീരുമെന്നുള്ള ചിന്തകൾ എനിക്കുണ്ട്. എങ്ങനെ ആയിത്തീരുമെന്നുള്ള ചിന്തകൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം മാറ്റിവെച്ച് എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കാൻ പോകുക. ഇനി മുതലുള്ള എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ ധ്യാനങ്ങളും എന്ത് ചെയ്തു തീരണം? എൻ്റെ ദൈവത്തിന് അലൈൻഡായി തീരണം. ആമേൻ. ആമേൻ. ഇത് പകൽക്കാലം എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ചുരുക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മുന്നിലുള്ള സാധ്യതകളോ നമ്മുടെ മുന്നിലുള്ള ഒന്നും നമുക്ക് ക്ലിയർ ആവാതെ ഇരിക്കുമ്പോൾ, നമ്മുടെ മുന്നിലുള്ള നമ്മളെ പറ്റിയിട്ടുള്ള ചിന്തകൾ പോലും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെയും എൻ്റെ ഹൃദയത്തിലെ ധ്യാനങ്ങളെയും നിനക്ക് യോഗ്യമുള്ളതാക്കി മാറ്റണമേ. ആമേൻ. ആമേൻ. നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഒരു പാറയായവൻ എന്തുണ്ട്? ദാവീദ് അത് ഷെയർ ചെയ്യുക. എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ പാറയായുമായ യഹോവ അവൻ ഇന്നും എന്ത് ചെയ്യുന്നു? എന്നോട് റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കുക. അവൻ ഒറ്റയ്ക്കാക്കി വിട്ടിട്ടില്ല. അവൻ നമ്മളെ എന്ത് ചെയ്തിട്ടില്ല? അനാഥരാക്കി വിട്ടിട്ടില്ല. അവൻ നമ്മളോട് സംസാരിക്കാതെ ഇരിക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുക? അവൻ ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് മാത്രം, നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ എൻ്റെ നാവിനെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്താ മണ്ഡലങ്ങളെയും എന്ത് ചെയ്യണം? എൻ്റെ ദൈവത്തോടൊന്ന് അടുപ്പിക്കുവാൻ സാധിക്കണമേ. എത്ര പേർക്ക് ഈ പ്രാർത്ഥനയോടെ ഈ ഞായറാഴ്ചക്കാലം കടന്നു പോകാൻ സാധിക്കും? കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങ് യഥാർത്ഥത്തിൽ എന്നോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെ യോഗ്യനാക്കണമേ, എന്നെ അതിനു വേണ്ടിയിട്ട് ഒരുക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? പകൽക്കാലം എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഏകരെയും ധാരാളമായി വാക്കുകളാണ്.